അത് ബ്രഹ്മചാരിയായിട്ട് ഇരിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ രാഷ്ട്രീയത്തിലേക്ക് ആരും ഇറങ്ങി വരുന്നതൊന്നും. ഞാൻ ഒരു ട്രാൻസ്വുമൺ ആണ് എന്ന് പറഞ്ഞ് മറ്റൊരു ട്രാൻസ്വുമൺ ചെയ്യുന്ന തെറ്റെല്ലാം ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി 2 വാക്കെങ്കിലും സംസാരിക്കുന്ന പറഞ്ഞ ഒരു സ്ത്രീ ഇതാണോ ചെയ്യേണ്ടത്? ഒരാളെ പത്രസമ്മേളനം വിളിച്ചിങ്ങനെ വില വെച്ചുകൊണ്ട് ഞാൻ ഇനിയും പറയും, സൈബർ ആക്രമണങ്ങളെല്ലാം ഞാൻ ഒരു പൊന്തൂവലായി കാണുന്നു. ഈ പീഡനത്തിനിരയായി മോശം മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് പരാതി കൊടുക്കാനുള്ള റൈറ്റ്സ് ഒന്നും ഇല്ല ഇവിടെ. ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക എന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തില്ല. ഒരു പുരുഷൻ പോയി പൊട്ടിക്കരഞ്ഞാൽ പറയുമോ അവനാണല്ല, അവൻ പെണ്ണുങ്ങളെ പോലെ കരയുവാണ് എന്നുള്ള ഒരു രീതിയിൽ എന്ന് പറഞ്ഞ് മറ്റൊരു ട്രാൻസ്വുമൺ ചെയ്യുന്ന തെറ്റെല്ലാം ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എങ്കിൽ പോലും മോശം പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്, ഇല്ലേ? നമുക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വന്നിട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു 2 പേര്. ഈ പറയുന്ന അവന്തികയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നല്ല സുഹൃത്തുക്കളായിരുന്നു എനിക്കറിയാം. ഞാനും അവന്തികയും ഈ ഒരു സിസ്റ്റത്തിൽ ഞങ്ങൾ ഒരു അമ്മയുടെ മക്കളാണ്, അല്ലെങ്കിൽ സഹോദരിമാരാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളിൽ രാഹുലിനെ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് അങ്ങോട്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്റെ ഫോണിൽ കുറെ ഇന്നലെയും ഞാൻ കേട്ട് ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലൊക്കെ എനിക്ക് ഹായ് ഹലോ കഴിച്ചോ, ഞാൻ ഇത്രയും വർഷവും ഇവരാരെങ്കിലും കഴിച്ചു എന്ന് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. ഞാൻ ഇന്നലെ ഒരാൾക്ക് മെസ്സേജ് ചേട്ടാ ഞാൻ ജനിച്ചപ്പോൾ ഇന്നും വരെയും കഴിച്ചിട്ടില്ല, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ആ ഓക്കെ, അത്രയും മതി. ചിലർ മെസ്സേജ് അയക്കും, നമ്മൾ റിപ്ലൈ കൊടുക്കാണ്ടിരുന്ന പ്രശ്നമില്ല, ഉണ്ടോ? നമ്മളും കൂടി അതിനകത്ത് സഹകരിച്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ലോകത്ത് നടന്നു പോകുന്ന കാര്യമാണ്. ഒരു സ്ത്രീയെ കണ്ട ഒരു പുരുഷൻ സ്വാഭാവികമായിട്ട് നോക്കും, നല്ലൊരു പുരുഷൻ കണ്ട സ്ത്രീകൾ നോക്കും, സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരാൾ ഹായ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആളുടെ കൂടെ ഒരു സിനിമാ നടന്റെ കൂടെ സെൽഫി എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അതുപോലെയൊക്കെ തന്നെ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, ഹായ് പറഞ്ഞു, അങ്ങോട്ട് നോർമൽ ടോപ്പിക്ക്. പിന്നീട് ഒരു സമയത്ത് ഒരാൾ പറഞ്ഞു അദ്ദേഹം മോശമായിട്ട് പെരുമാറി. നമ്മൾ എന്തിനു വേണ്ടി ഈ ഇപ്പൊ ഇത്രയും സാങ്കേതിക വിദ്യകളെല്ലാം പുരോഗമിച്ചു വന്നു, അതുപോലെ സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ മേഖലയിലും അവരവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഉള്ള എല്ലാ റൈറ്റ്സ് നമുക്ക് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ആ സ്ഥാനത്ത് ഒരു വ്യക്തി എന്നോട് മോശമായിട്ട് പെരുമാറിയെങ്കിൽ എന്തുകൊണ്ട് ഞാൻ 4 വർഷം അയാളുടെ വളർച്ചകൾ വളർന്ന് ഒരു ലെവലിൽ എത്തുമ്പോ വേണം അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഒരു വ്യക്തിയെ തേജോവധം ചെയ്യും. രാഹുൽ മാങ്കൂട്ടം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. പല രീതിയിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയകളിലും സമൂഹങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നിറയുകയാണ്. ഇന്നലെ നമ്മള് പാലക്കാട് കണ്ടത്, കാലുകുത്താൻ അനുവദിക്കില്ല, രാഹുലിനെ ഞങ്ങൾ തടയും, പൊതുപരിപാടികൾ നടത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച BJP പാലക്കാട് രാഹുൽ ഇല്ലാത്ത സമയത്ത് രാഹുലിനെതിരെ ഭീഷണിയും വെല്ലുവിളികളെയും നടത്തിയ BJPയും CPM. ഇന്നലെ നമ്മൾ പാലക്കാട് കണ്ടത് BJPയുടെ നഗരസഭാ അധ്യക്ഷ രാഹുലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാഹുലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വേദിയിൽ ഈ BJPയുടെ നഗരസഭാ അധ്യക്ഷ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അത് വലിയ ചർച്ചയാവുന്നു. BJP അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നഗരസഭാ അധ്യക്ഷ ചെയ്തത് എന്ന് BJPയുടെ ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത് നമ്മൾ കാണുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ രാഹുല് പാലക്കാട്ടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമല്ല പൊതുമധ്യത്തിലും വീണ്ടും സജീവമാകുന്നു. രാഹുലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഒരുപാടധികം ചർച്ചകളും പുതുതായിട്ട് ഉൾത്തിരിഞ്ഞുണ്ടാകുന്നു. അവിടെയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മുൻപ് രാഹുലിനെതിരെ പച്ച നുണ പടച്ചുവിട്ട അവന്തിക, ആ അവന്തികയുടെ കൂടെ നിൽക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും അവരൊരേ പല മേഖലകളിലും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന മറ്റൊരു യുവതി വലിയ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തുന്നത് മനസ്സിലായില്ലേ? ഈ യുവതി ഈ പറയുന്ന വിവാദങ്ങളും ഈ കോലാഹലങ്ങളും പുകമറകളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടും ഈ അവന്തികയെ തള്ളിക്കൊണ്ടും പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തെ കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് എന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ആ യുവതി പറയാനുള്ള ഒരു കാര്യം പറഞ്ഞത്, അവർ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായിരുന്നു. അത്തരത്തിൽ ഒരു മോശമായ ഒരു അനുഭവം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ പലരിൽ നിന്നും
പല നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ പലരുമായി കൂട്ടുകൂടിയിട്ടാണ് രാഹുലിനെതിരെ അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് തറപ്പിച്ചു പറയുകയാണ്. അതോടൊപ്പം ഈ ചെയ്ത കാര്യങ്ങളിൽ രാഹുൽ നിരപരാധിയാണ് എന്നും അതോടൊപ്പം തന്നെ രാഹുലിനെ കുടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് എന്നുമുള്ള ഇവരുടെ ഇത്രയും ബോണ്ടിങ് മീൻസ് ഈ അവന്തികയും ഈ പറഞ്ഞ് സംസാരിച്ച യുവതിയുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ളവരാണ്. ഇവർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു പരിചയത്തിന്റെ അനുഭവത്തിന്റെ പുറത്തു നിന്നുകൊണ്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വളരെ വൈകിയാണ് ഇവരുടെ തുറന്നു പറച്ചിലുകൾ എന്നുള്ളത് മാത്രമേ ഇതിൽ നമുക്ക് ഒരു പുതുമയായിട്ട് തോന്നുന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ കേരളത്തിന്റെ സമൂഹത്തിന് പല ഘട്ടങ്ങളിലായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ അവന്തികയുടെ തന്നെ ഓഡിയോ, അവന്തിക രാഹുലിനെ വിളിച്ചിട്ട് ചേട്ടാ നിങ്ങളെ കുടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ഒരു 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 മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ഈ ആരോപണങ്ങൾ വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് അവന്തിക രാഹുലിനെ വിളിച്ചിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇതിന്റെ പുറകിൽ വ്യക്തമായ ഗൂഢാലോചനകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഈ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതിനുള്ള പല കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മാധ്യമങ്ങളില് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരികയും മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും മാധ്യമങ്ങള് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തികൾ തന്നെ പുറത്തുവിടാത്ത പല ഓഡിയോകളും പല സ്ക്രീൻഷോട്ടുകളും പല ചാറ്റുകളും ഒക്കെ പുറത്തു വിടുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ കേരളത്തിലെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വമേധയാ ഒരു കേസെടുക്കുന്നു. ആ കേസെടുത്തിട്ട് പോലീസ് തന്നെ അന്വേഷണത്തിന് പുറപ്പെടുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരിക്കൽ പോലും മാധ്യമങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളോ ചാറ്റുകളോ ഓഡിയോ ക്ലിപ്പുകളോ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സന്നദ്ധരായില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? അവിടെയാണ് കാരണം ഇത്രയും വലിയ തെളിവുകൾ, രാഹുലിനെ പൂട്ടാനുള്ള ഇത്രയും വലിയ തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ട് ആ തെളിവുകളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ ഈ പറയുന്ന പോലീസോ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോ തയ്യാറാവാത്തത്. രണ്ട് കാര്യങ്ങളാണ് അവിടെയുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ തെളിവുകൾ അത് ഡിപ്പെൻഡ് ചെയ്ത് അത് തെളിവുകളായി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഈ പറയുന്ന ഡാറ്റകളെ തെളിവുകളായി എടുത്തുകൊണ്ട് പോലീസ് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കോടതിയിലെത്തുമ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകളുടെ സയന്റിഫിക് പരിശോധന, ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ട് ഇത് രാഹുലിൻ്റെതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് രാഹുലിൻ്റെതല്ല എന്ന് പോലീസിന് ഉത്തമ വിശ്വാസമുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഇത് വ്യാജമായി ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള കാര്യത്തിലും പോലീസിനോ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ ഒരു തർക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് തെളിവായി എടുത്തു കഴിഞ്ഞാല് സയന്റിഫിക് പരിശോധന നടത്തേണ്ടി വരും. അപ്പോൾ രാഹുലിൻ്റെതല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി തിരിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ആരുടേതാണ് എന്നുള്ളത്, ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്, ആരാണ് ഇതിന്റെ പിന്നിലുണ്ടായത്, എങ്ങനെയാണ് ഇത് ഈ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഡാറ്റ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കും. ആ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസിന്റെ മുന്നിലുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ തെളിവുകളെ കുറിച്ചുള്ള അന്വേഷണമാണ്. ഇത് ആരുണ്ടാക്കി, എവിടെ നിന്നുണ്ടാക്കി, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ച ആളുകൾ എന്നൊക്കെയുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ പിറകിലുള്ള ഗൂഢാലോചനകൾ പുറത്തു വരും. ആ ഗൂഢാലോചനകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ രാഹുലിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഈ പുകമറകൾ അപ്പാടെ പോലീസ് തന്നെ സ്വമേധയാ കേസെടുത്ത് രാഹുലിനെ പൂട്ടാൻ വേണ്ടി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചവർ തന്നെ ഈ പറയുന്ന എല്ലാ ഗൂഢാലോചനകളെയും പൊളിക്കുന്ന ഒരു കാര്യങ്ങൾ പോകും. അത് ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിലുള്ള രാഹുലിനെ പൂട്ടാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള എല്ലാ ഗൂഢാലോചനകളും പുറത്തു വരുമെന്ന് വ്യക്തമായ ധാരണ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പോലീസിനും ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഈ ഡിജിറ്റൽ ഡാറ്റകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനെ തെളിവായി എടുത്തുകൊണ്ട് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് തയ്യാറാവാത്തത്. ഇപ്പോ
പോലീസ് സ്വമേധയാ കേസെടുത്തിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇത്രയും മാസത്തിനിടയിൽ ഈ പറയുന്ന തെളിവുകൾ, മാധ്യമങ്ങൾ പുറത്തുവിട്ട വലിയ തെളിവുകൾ, രാഹുലിനെതിരെയുള്ള വലിയ ശക്തമായ തെളിവുകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾ ഇന്നീ നിമിഷം വരെ, ഈ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഇന്നീ നിമിഷം വരെ പോലീസിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ രാഹുലിനെ ഒന്ന് ബന്ധപ്പെടുവാനോ രാഹുലുമായിട്ട് അല്ലെങ്കിൽ രാഹുലിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുവാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൽ പോലീസ് തയ്യാറായിട്ടുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യുവതി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വ്യക്തമായ ഗൂഢാലോചനകൾ, രാഹുലിനെ പൂട്ടുവാനുള്ള വ്യക്തമായ ഗൂഢാലോചനകൾ. അല്ലെങ്കിലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇതിപ്പോ ഓഗസ്റ്റ് 20-നാണ് ഈ പറയുന്ന ആരോപണം പൊതുമധ്യത്തിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ വലിയ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട്, മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ പറയുന്ന വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഓഗസ്റ്റ് 20-നാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആ മത്സരത്തില് വലിയ വിജയം രാഹുൽ നേടി. രാഹുൽ പാലക്കാടിന്റെ MLA ആവുന്നു. ഈ പാലക്കാടിന്റെ MLA അതിന് തൊട്ട് പിന്നാലെ സോഷ്യൽ മീഡിയകളിൽ ഈ പറയുന്ന വ്യാജഗർഭവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളും നിരന്തരമായി ഉണ്ടാവുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് പൊതുമധ്യത്തിലേക്ക് എത്തിയത് ഈ ഓഗസ്റ്റ് 20-നാണെന്ന് മാത്രം. ആ സമയത്തൊക്കെ ഈ പറയുന്ന രാഹുലിനെയും കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ വിവാദങ്ങളൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പൊതുമധ്യത്തിൽ ഇത്തരത്തിലൊരു ചർച്ച വന്നപ്പോ അത് ആ മാധ്യമ പ്രവർത്തക അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അടുത്ത ആളിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയി എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? പലപ്പോഴും ഈ മാധ്യമ പ്രവർത്തക തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റില് ഈ പറയുന്ന രാഹുലുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന സൈബർ ആക്രമണത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് വാളുകളിൽ ഇപ്പോഴും ആ പോസ്റ്റുകളൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോ ഈ കാര്യങ്ങളിൽ വ്യക്തമായ ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളിൽ ഏതോ ഒരു സ്ത്രീ വന്നുകൊണ്ട് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ മാത്രമല്ല, അത് ഈ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന പ്രചരണങ്ങൾക്ക് ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾക്ക് രാഹുലിന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഇത് പൊതുമധ്യത്തിലേക്ക് എത്തിക്കുക, വീണ്ടും ഒരുപാടധികം വലിയ ചർച്ചയാക്കി ഉണ്ടാക്കുക, പുകമറകൾ സൃഷ്ടിക്കുക, രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പുകമറ കേരളത്തിന്റെ പൊതുമധ്യത്തിൽ എത്തിയത് എന്നുള്ളത് തന്നെയാണ് ഈ അവന്തികയുടെ സുഹൃത്തിനും പറയാനുള്ളത് എന്നുള്ളത് തന്നെയാണ്.